നമുക്ക് കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾ ഈ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. എൻ്റെ മുമ്പിൽ കനകക്കുന്ന് കൊട്ടാരത്തിലേക്ക് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമായതുകൊണ്ട് ആൾക്കാർ ഒരുപാട് നടക്കാനൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകാം. ഇതാണ് കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ വടക്കേ നട. ഇനി നമുക്കൊരു റൗണ്ട് ഇതിന് ചുറ്റും പോയി നോക്കാം. കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ഒരു എന്തോ പറയേണ്ട ഒരു നടുത്തളമാണിത്. ഓഡിറ്റോറിയം പോലത്തെ ഒരു ഭാഗം. ഒരുപാട് വർഷം മുമ്പ് പണിതൊരു കെട്ടിടമാണിത്. ഏതാണ്ട് 18,000-ലാണ് ഇത് ആദ്യമായിട്ട് പണി കഴിപ്പിച്ചത്. ആൽമരം, ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ആൽമരം. പിന്നെ നമുക്ക് ഒരു റൗണ്ട് ഇതിൻ്റെ ചുറ്റും നടന്നു നോക്കാം. ഇവിടെ നല്ലൊരു താമരക്കുളമുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 7 മണിയാകാൻ പോവുകയാണ്. ലൈറ്റെല്ലാം വന്നിട്ടുണ്ട്. വൈകുന്നേരമായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഫാമിലീസ് എല്ലാം വന്നിട്ടുണ്ട്. എന്താ കുഞ്ഞു കുട്ടികളൊക്കെ നിന്ന് കളിക്കുകയാണ്. ഇതാണ് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് സൈഡായിട്ട് വരുന്നത്. കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ഒരു വലത് നമ്മളിപ്പോൾ വലം വച്ച് കഴിഞ്ഞു. ഒരു വൈകുന്നേരം സാറ്റർഡേ ഈവനിങ് കനകക്കുന്ന് കൊട്ടാരത്തിൽ ചുമ്മാ ഒന്ന് നടക്കാനിറങ്ങിയതാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വളരെ വിശാലമായ നടവഴികളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മളൊരു വലത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ വരുന്ന മൈൻഡിന് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് ഇനി തോന്നുന്നത്. അതുകൊണ്ട് ഇനിയും ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നമ്മൾ വന്ന വഴി ഇതായിരുന്നേ. ഈ പടിക്കെട്ട് കയറിയാൽ നമ്മൾ വന്നു. ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് ഓടി നോക്കാം.
അങ്ങനെ എൻ്റെ ഒരു ചെറിയ മിനി വ്ളോഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്.